കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും ഈ ലോകത്തോട് വിട പറയും. നമസ്കരിക്കാനുള്ള ചാൻസ് കഴിയും, സലാം പറയാനുള്ള ചാൻസ് കഴിയും, ഒരു സുന്നത്ത് നോമ്പെടുക്കാനുള്ള ചാൻസ് കഴിയും, സ്വലാത്ത് ചൊല്ലാൻ പള്ളിയിലേക്ക് നേരത്തെ വരാൻ, ജുമുഅകൾ ശ്രദ്ധിക്കാൻ, ഇബാദത്തുകളിൽ കണിശരാകാൻ ചാൻസ് ഇല്ലാതെ പോകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും ഒരു നാൾ മരണം രുചിക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായ പദങ്ങൾ ചേർത്ത് ഖുർആൻ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഒരാൾ എവിടെ വെച്ച് മരിക്കുകയാണ് എന്നുള്ള തീരുമാനത്തിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞു, എവിടെ നിങ്ങൾ പോയാലും ഏത് സ്ഥലത്ത് സേഫാണെന്ന് വിചാരിച്ചാലും മരിക്കാൻ സമയമായാൽ ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയായിരുന്നാലും മരണത്തിന്റെ സമയമായാൽ നിങ്ങളെ മരിപ്പിക്കും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കിയ ഒരു കോട്ടയുടെ ഉള്ളിലാണെങ്കിൽ പോലും, ഇതിന്റെ ഉള്ളിലാണെങ്കിൽ തരക്കടില്ല, ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ചു പോയിരിക്കുകയാണോ, അവിടെ വന്നാണെങ്കിലും സമയമായാൽ മലക്കുൽ മൗത്ത് വരും. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പറയുക നബിയേ, മലക്കുൽ മൗത്ത് നിങ്ങളുടെ ജീവൻ ഏറ്റെടുക്കുന്നതാണ്, ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സമയമായാൽ അത് സംഭവിക്കും. ഒരാൾക്കും ആ സ്ഥലം എവിടെയാണെന്ന് പറയാൻ കഴിയില്ല. മനുഷ്യനോട്ടക്കാരന് കഴിയില്ല, തങ്ങൾക്ക് കഴിയില്ല, ബാബക്കും ബീവിക്കും ആർക്കും പറയാൻ കഴിയില്ല ഒരാളുടെ മരണം എവിടെയാണ്. നീ എവിടെ വെച്ച് മരിക്കുമെന്ന കാര്യം ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മത്അർ ഇബ്നു അകാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ, ഒരു അടിമയെ മരിപ്പിക്കാൻ അല്ലാഹു ഒരു സ്ഥലം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ, അയാൾക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. ഇതുവരെ വിസ കിട്ടാത്തവൻക്ക് ഗൾഫിൽ വെച്ചാണ് മരണമെങ്കിൽ അയാൾക്ക് അന്ന് വിസ കിട്ടിയിട്ടുണ്ടാവും. നാട്ടിൽ വെച്ചാണ് അയാൾക്ക് മരിക്കാനുള്ള സ്ഥലം തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ലീവില്ലാത്ത ആ മനുഷ്യന് അന്ന് 10 ദിവസത്തിന് ലീവ് കിട്ടിയിട്ടുണ്ടാവും. എന്ത് മാറ്റിവെക്കും, അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ലാതെ അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്ത് ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു എത്തിച്ചിരിക്കും. പക്ഷേ നമ്മളോട് പറഞ്ഞു, ആ മരണത്തിന് വേണ്ടി എപ്പോഴാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും എപ്പോഴാണെങ്കിലും മരിക്കുമ്പോ നല്ല ഈമാനോടെ നല്ല ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. ഞാൻ മരിക്കാനുള്ളവനാണ്, ഞാൻ ഈ ലോകത്തുനിന്ന് ഇറങ്ങാനുള്ളവനാണ്, ഞാൻ എൻ്റെ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകാനുള്ളവനാണ്. ഈ ചിന്ത ഇടക്കിടക്ക് അധികരിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും വിട്ട് പിരിയുന്ന ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്തോളൂ. യഅനി അൽ മൗത്ത്, മരണം. എല്ലാ സുഖങ്ങളെയും വിട്ട് പിരിഞ്ഞു പോകേണ്ടുന്ന ഒരു മരണത്തെ നിങ്ങൾ ധാരാളം ഓർത്തോളൂ. മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ചിന്തിക്കാൻ തോന്നിയാല് 3 ഗുണങ്ങൾ കിട്ടും. അയാളുടെ 3 മാറ്റം ഉണ്ടാകും. എന്താ നമുക്ക് ഇല്ലാത്തത്? ആ 3 കാര്യങ്ങളിൽ വാഹിദുഹാ, അതിൽ ഒന്നാമത്തെ കാര്യം തഅജീല തൗബ, അയാൾ പെട്ടെന്ന് തൗബ ചെയ്ത് നന്നാകാൻ തീരുമാനിക്കും. ഒരു നിമിഷം അപ്പുറത്തേക്ക് വെക്കൂല, അടുത്ത ആഴ്ചക്ക് അയാൾ കാത്തിരിക്കൂല. പാപം ചെയ്തു എന്ന ചിന്ത വന്നാൽ ഉടനെ തൗബ ചെയ്യാൻ തുടങ്ങും. എപ്പോ? മരണത്തെ കുറിച്ചുള്ള പേടി വന്നാൽ. 2 നശാത്തുൽ ഇബാദ, നമസ്കാരത്തിൽ ഇബാദത്തുകളിലെല്ലാം അയാൾ ഉന്മേഷവാനായി കാണും. മടിണ്ടാവില്ല, പള്ളിക്ക് വരാന്, ജുമാഅത്തെത്താന്, ജമാഅത്തിനെത്താന് ഒരു ആളിങ്ങനെ ഫോം വിളിച്ച് അലാറം വെപ്പിക്കേണ്ട ആവശ്യം വരും. നശാത്തുൽ ഇബാദ, അയാൾ ആരാധനകളിൽ കർമ്മോത്സുകനായിരിക്കും. അയാളിനെ വിളിക്കേണ്ടി വരില്ല, അയാൾ തന്നെ എത്തിയിരിക്കും. 3 ഖനാഅത്തുൽ ഖൽബി, മരണത്തെക്കുറിച്ചുള്ള ധാരാളം ചിന്ത വന്നാൽ
അയാൾ ഉള്ളത് എന്താണെങ്കിൽ കിട്ടിയത് കൊണ്ട് സംതൃപ്തനായി ജീവിക്കാൻ തുടങ്ങും. എന്ത് കിട്ടിയാലും മതി വരാത്ത സ്വഭാവം അയാളിൽ ഉണ്ടാവില്ല. അങ്ങനെ സദാസമയത്തും മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള വിഷമം എന്താണ്? ഞാൻ മരിക്കുമ്പോൾ എന്റെ ബന്ധുക്കളെയും കുട്ടികളെയും കുടുംബത്തെ കെട്ടെറിഞ്ഞു പോകണ്ടേ? അതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് അമല് ചെയ്യാൻ, എനിക്ക് നിസ്കരിക്കാൻ, എനിക്ക് തൗബ ചെയ്യാൻ ഇനി അവസരങ്ങളില്ല എന്ന നല്ല ചിന്തയായിരിക്കണം മരണചിന്ത എന്ന് പറഞ്ഞാൽ. ഞാൻ മരിച്ച പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസും ഇല്ല എന്ന് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഒരാളുടെ മരണം, ആ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ചെയ്യേണ്ടതും അദ്ദേഹത്തും ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്രങ്ങളിൽ കൃത്യമായി അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില മരണങ്ങൾക്ക് ഒരു മുൻകൂട്ടിയുള്ള ചില സൂചനകൾ ലഭിക്കാറുണ്ട്. എങ്ങനെ? രോഗം കൊണ്ട്. ആ രോഗം വന്ന് അവസാനം ക്ഷീണിച്ച് അയാൾ പതിയെ മരണത്തിലേക്ക് എത്തുമെന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിലുണ്ടെങ്കിൽ, പ്രായാധിക്യം, ഒരാൾ വയസ്സായി ഏറ്റവും കൂടുതൽ അതിന്റെ ക്ഷീണത്തിലും അതിൻ്റെതായ തീക്ഷ്ണതയിലും അനുഭവിക്കുകയാണെങ്കിൽ അയാളിൽ അധികം താമസിയാതെ മരണത്തിന് സാധ്യതയുണ്ടെന്ന തോന്നൽ നമുക്ക് വരും. എന്നിട്ട് മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാം, അയാളുടെ വിഷയത്തിൽ ഒരാൾക്ക് അങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട രോഗത്തിന്റെ, വാർദ്ധക്യത്തിന്റെ പ്രയാസം കാരണം കൊണ്ട് ഞാൻ അധികം താമസിയാതെ മരിക്കുമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ലൈഫിൽ വരാൻ പോണ സംഭവമാണ്. രോഗം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ മരണമാസന്നമാകുന്നു എന്ന തോന്നൽ വന്നാൽ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് ഇത് അല്ലാഹുവിന്റെ വിധിയാണ്, അതിൽ തൃപ്തനാകണം. ഒരിക്കലും തോന്നിപ്പോകരുത് എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഈ രോഗം തന്നത്, ഈ സംസാരത്തിന് പ്രസക്തിയില്ല. എന്തൊരു വിപത്തി എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലെല്ലാം അത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽ വന്നതാണ്. ആ വിശ്വാസത്തിൽ ഇതിൽ അൽഹംദുലില്ലാഹ് പറയാം, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇത് എന്റെ റബ്ബ് തന്നതാണ് എന്ന് സംതൃപ്തനാകാൻ ഓരോ ആളുകളും സന്നദ്ധരാവണം. 2, അല്ലാഹുവിൽ നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം, അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ടാവണം, അല്ലാഹുവിനെ കുറിച്ച് സൽവിചാരമുണ്ടാകണം. ഇതൊരു ക്രൂരനാണ് അല്ലാഹ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം തരുന്നത്? ഒരു മോശം വിചാരം പോലും നമുക്ക് വരാൻ പാടില്ല അല്ലാഹുവിനെ കുറിച്ച്. അങ്ങനെ മരിക്കാനും പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, നബി മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് പറയാണ്, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരിക്കാൻ പാടില്ല, ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ കുറിച്ച് സൽവിചാരത്തോടെ, നല്ല വിചാരത്തോടെ അല്ലാതെ മരിക്കരുത്. ഒരിക്കലും നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് അല്ലാഹ് റഹീമാണ്, അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് തവ്വാബാണ് എന്നുള്ള നല്ല വിചാരത്തോടെ അല്ലാതെ അള്ളാഹിനെ കുറിച്ചൊരു മോശം കാഴ്ചപ്പാടോടെ നിങ്ങൾ മരിച്ചു പോകരുത്. എത്ര പേരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ശരി, മൂന്നാമത് ആ രോഗി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മരണത്തെ കൊതിക്കാൻ പാടില്ല. എന്നെ നിങ്ങൾ മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊന്നങ്ങ് മരിച്ചിരുന്നെങ്കിൽ എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അയാൾ ചിന്തിക്കാൻ പാടില്ല, ബന്ധുക്കൾ ചിന്തിക്കാൻ പാടില്ല. മരിച്ചിരുന്നെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യതമന്നാ അഹദുകുമുൽ മൗത ലിദുർരിൻ നസല ബി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, അയാളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, കൊതിക്കരുത്. അങ്ങനെ ചിന്തിക്കേണ്ടുന്ന മരണത്തിൻ്റെതായ വല്ല ആവശ്യകത തോന്നുന്ന ഘട്ടം വന്നാൽ അയാൾ ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, അല്ലാഹുവേ എനിക്ക് ഖൈറായത് ജീവിതമാണെങ്കിൽ എനിക്ക് നല്ല ഒരു ആശ്വാസമുള്ള ജീവിതം നൽകണേ. വതവഫനി, എന്നെ മരിപ്പിക്കണേ. ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, എനിക്ക് ഇതിനേക്കാൾ നല്ലത് മരണമാണെങ്കിൽ അല്ലാഹുവേ എന്നെ മരിപ്പിക്കണേ.
അതല്ലാതെ മരിപ്പിക്കണമെന്ന് മാത്രം പറയുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല, ബന്ധുക്കളിൽ ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ കാര്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദൃഷ്ടാന്തങ്ങളിൽ, ആയാത്തുകളിൽ ഒരാൾ മരിക്കുമെന്നുള്ള രൂപത്തിലുള്ള തോന്നലുകൾ എങ്ങനെ സാധ്യമായ തെളിവുകൾ വന്നാൽ എത്രയും വേഗത്തിൽ അവകാശികളായ ആളുകൾക്ക് അവകാശങ്ങൾ കൊടുക്കണം. അമാനത്തുകളായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അയാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആരെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം തേടാൻ ശ്രമിക്കണം. മാപ്പ് പറഞ്ഞു, വേഗം വിളിച്ച് അദ്ദേഹത്തോട് പൊരുത്തം പേടിച്ചു. മരിക്കാൻ പോവുകയാണ്, നാളെ പരലോകത്ത് വന്ന് കൊടുങ്ങാൻ പാടില്ല. ഒരു ദിവസം വരാണ്ട്, പണം കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റാത്തൊരു ദിവസം പരലോകത്ത് വരാനുണ്ട്. തന്റെ സഹോദരന്റെ നന്മകൾ എടുത്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടവന് കൊടുക്കുന്ന ഒരു നാൾ വരാനുണ്ട്. നമ്മളെ നന്മകൾ എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ കൊടുക്കാൻ നന്മകളില്ലെങ്കിൽ ഈ മനുഷ്യൻ, ഇയാൾ ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചു, ഇയാൾക്ക് കൊടുക്കാൻ നന്മയില്ല എങ്കിൽ അയാളുടെ കയ്യിലുള്ള തിന്മകൾ എടുത്ത് ഈ മനുഷ്യന്റെ തലയിൽ വെച്ച് വെക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ അദ്ദേഹത്തെ പൊരുത്തപ്പെടിച്ചു. ഒന്നുകൂടി പറയാം, ഇത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ ശ്രദ്ധിച്ചു. മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോയി മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ കൂടെ നടക്കേണ്ടി വരുന്ന അവസ്ഥ ചിന്തിച്ചു. നാവ് കൊണ്ട് ശരീരം കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ. അനർഹമായി മറ്റൊരാളുടെ ധനം കൈകളിലാകാതിരിക്കാൻ ശ്രദ്ധിച്ചോ. മരിച്ചാൽ ആ കിട്ടുന്ന രൂപ, ആ 100 രൂപ 500 രൂപ നീ കൈവശം വെച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നീ കുറ്റക്കാരനാകുന്നത് സൂക്ഷിച്ചോ. അഞ്ചാമത്തേത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാൾ മരണാസന്നമാകുന്ന ഘട്ടം വന്നാൽ അദ്ദേഹത്തിന് വല്ല വസിയത്തുകളും ഉണ്ടെങ്കിൽ ആ വസിയത്ത് വേഗം എഴുതി വെക്കണം. ഇനി മരിക്കാൻ അതുകൊന്നും വേണ്ട, നമുക്ക് ഇന്ന് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു വസിയത്ത്, ഞാൻ മരിച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള വസിയത്തുണ്ടെങ്കിൽ അത് വേഗം 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എഴുതി വെക്കണം. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മുസ്ലിമിന് വല്ല വസിയത്തുമായിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ 2 രാത്രി കഴിഞ്ഞു പോണതിന്റെ മുമ്പ് അവൻ അത് എഴുതി വെക്കട്ടെ. 2 രാത്രി കഴിഞ്ഞതിന് മുമ്പ് എഴുതി വെക്കട്ടെ. നമുക്ക് സ്വത്തുണ്ട്, നമ്മളെ സ്വത്ത് നമ്മൾ മരിച്ചാൽ അനന്തരാവകാശികൾക്ക് കിട്ടും. എന്നാൽ ചിലപ്പോൾ അനന്തരാവകാശികളെക്കാൾ കിട്ടാൻ അർഹരായ വേറെ ചിലരുണ്ടാവും നമ്മുടെ കുടുംബത്തിലൊക്കെ. അവർക്ക് 1/3 വസിയത്ത് എഴുതി വെക്കാം. അനന്തരാവകാശികളല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 1/3 ഭാഗം വസിയത്ത് എഴുതി വെക്കാം. എന്തിനാ? അദ്ദേഹത്തിനും അതിൻ്റെ ഒരു ഓഹരി ലഭിക്കട്ടെ, അയാൾ അർഹനാണ് എന്ന തോന്നലുണ്ടെങ്കിൽ. കുടുംബത്തിൽ വീടില്ലാത്തവരുണ്ടാവും, കുടുംബത്തിൽ രോഗികളെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ സ്വത്ത് ശരിയായ രൂപത്തിലാകാൻ അനന്തരാവകാശ സ്വത്ത് നേരത്തെ കൂട്ടി വീതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ ഉലമാക്കന്മാര് പറയാണ്, കടബാധ്യതയുണ്ടെങ്കിൽ തന്റെ സമ്പത്തിൽ നിന്ന് കടം വീട്ടാൻ ബന്ധുക്കളോട് പറയണം. അങ്ങനെ കടമൊന്നുമില്ല, അതൊന്നും ഞങ്ങൾ അറിയില്ല എന്നാരും പറയരുത്. നേരത്തെ കൂട്ടി ബന്ധുക്കളോട് പറയണം, രേഖപ്പെടുത്തണം, എനിക്ക് ഇന്ന കടങ്ങളുണ്ട്, നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം, നിങ്ങളത് ഇന്ന സ്വത്തിൽ നിന്ന് കൊടുക്കണമെന്ന് പറയണം. ഹജ്ജും ഉംറയും ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബന്ധുക്കളോട് വസിയത്ത് പറയണം, എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നയാള് ഹജ്ജ് ചെയ്യണം. എനിക്ക് ഉംറ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നയാള് ഹജ്ജ് ചെയ്യണം, അത് ഇന്ന പൈസയിൽ നിന്ന് എടുത്തു ചെയ്യണം എന്നൊക്കെ വസിയത്ത് പറയാൻ അവസരമുണ്ട്. വേണമെങ്കിൽ ഞാൻ മരിച്ചാൽ എന്നെ ഇന്നയാള് മയ്യത്ത് കുളിപ്പിക്കണം, ഞാൻ മരിച്ചാൽ ഇന്നയാള് ഇമാമ നിൽക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പറയണം. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദമാക്കേണ്ട ആവശ്യമില്ല. ഹദീസുകളിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഇന്ന ആൾ കുളിപ്പിക്കണം, ഇന്നയാൾ എനിക്ക് വേണ്ടി ഇമാമ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അത്തരം രോഗികളായ ആളുകൾ രോഗശമനത്തിന് വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം. മരണം തീരുമാനിക്കാനായിട്ടില്ല. ഇനിയും അയാൾ തന്റെ പ്രയാസം മാറാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അയാൾ ഇനിയും നന്നായി ചികിത്സിക്കണം. ഒരിക്കലും അങ്ങനെ നിങ്ങൾ അസുഖത്തിന്റെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ഏലസ് കൊണ്ടുവന്നു തരും, ചരട് കൊണ്ടുവന്നു തരും, തുപ്പിയ വെള്ളം കൊണ്ടുവന്നു തരും, പലയിടത്തും ഊതിയ വെള്ളം കൊണ്ടുവന്നു തരും. മരിക്കാൻ സമയത്ത് അവസാനമായെങ്കിലും നിങ്ങളെ കൊണ്ടൊരു ശിർക്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ ഓടിക്കൂടും. അരുത്, ഒരിക്കലും അതിലേക്ക് പോകരുത്. അല്ലാഹുവിൽ നന്നായി പ്രാർത്ഥിക്കണം, ശിഫക്ക് വേണ്ടിയിട്ട് തേടണം, പറ്റാവുന്ന ചികിത്സകളൊക്കെ നടത്തണം. മാത്രമല്ല, വീണ്ടും രൂക്ഷമായ മരണം സംഭവിക്കുമെന്നുള്ള ഏകദേശം ഒരു ഓർമ്മയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. നബിതങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹ് എനിക്ക് പുറത്തു തരണേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണേ, വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതമായ ആ സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കണേ. ആര്? രോഗി അങ്ങനെ മരണം കണ്ടുമുട്ടുന്ന ഒരു രംഗം വരികയാണെങ്കിൽ അയാളത് പ്രാർത്ഥിക്കണം. ഇനി പറ്റുമെങ്കിൽ, അല്ല പറ്റാവുന്ന പരമാവധി അവസാനത്തെ എന്റെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ ശ്രമിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഒരിക്കൽ പറഞ്ഞാലും മതി. പക്ഷേ പിന്നെയും അയാൾ കുറെ സംസാരിച്ചു, വീണ്ടും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ചിലപ്പോൾ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഓർമ്മ ഉണ്ടാവില്ല. ബന്ധുക്കൾ അദ്ദേഹത്തിന് ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹത്തിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ വേണ്ടി പറയാനും ഓർമ്മപ്പെടുത്താനും പറ്റും. നമ്മുടെ നാട്ടിൽ മരിച്ചാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങാറ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറ്. മരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചാലാണ് ഉപദേശം കൊടുക്കാറുള്ളത്. ഇസ്ലാം അതല്ല. അദ്ദേഹം മരിക്കുന്നതിന്റെ മുമ്പാണ് നമ്മുടെ പണി. അവസാന നിമിഷത്തിലും അദ്ദേഹത്തെ ഇസ്ലാമിന്റെ ആ കലിമത്തിലേക്ക് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പണി. അതല്ലാതെ ഒരിക്കലും തന്നെ വേറെ ഏതെങ്കിലും നിലക്കുള്ള വഴികൾ അതിന് കാരണമല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ ചിലപ്പോ നമ്മുടെ ബന്ധുക്കളായ ആളുകൾ, ഇദ്ദേഹത്തെ പരിചരിക്കുന്നവർ, ഇദ്ദേഹത്തെ പരിചരിക്കുന്ന ബന്ധുക്കൾ, അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ്, ഒന്ന്, രോഗിയായി കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കണം. മരിച്ച മുഖം കാണാൻ വേണ്ടി എത്ര ആളെ തിരക്കൂട്ടുന്നത്. എന്നിട്ട് എല്ലാവരും ക്യൂ നിന്ന് അവസാനം, കുഴപ്പമൊന്നുമില്ല, തെറ്റുള്ള കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്, എത്രയോ രോഗികളായി ഇസ്ലാം പറഞ്ഞ രോഗിനെ സന്ദർശിക്കണം. അപ്പോഴും അയാൾക്ക് ഒഴിവുണ്ടായില്ല. മരിച്ചു എന്നറിഞ്ഞാല് അത് കാണാൻ വേണ്ടി അയാൾ വരും, കണ്ടിട്ട് അയാൾ അവിടെ പോകും. നമ്മൾ കാണാൻ പോകേണ്ടത് അദ്ദേഹത്തിന്റെ രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലാനാ പറഞ്ഞത്. പ്രത്യേകിച്ചും ജനങ്ങളിലേക്ക് ഇറങ്ങി വരാനോ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനൊന്നും കഴിയാത്ത വിധം രോഗശയ്യയിലായ ആളുകളെയാണ് നമ്മൾ സന്ദർശിക്കേണ്ടത്. അതേപോലെ തന്നെ അങ്ങനെ ഒരു രോഗിനെ പരിചരിക്കാൻ ചിലപ്പോൾ ബന്ധുക്കൾ ഉണ്ടാകും. ചില സ്ഥലത്ത് ചെന്നാൽ അയാൾക്ക് ബന്ധുക്കൾ പോലും ഉണ്ടാവില്ല. അയാളെ ആ നാട്ടിലെ മുസ്ലിമീങ്ങളാണ് പരിചരിക്കേണ്ടത്. സന്ദർശിച്ചാൽ പോരാ, ചിലപ്പോൾ പരിചരിച്ച് ചികിത്സ കൊടുത്ത് കൂടെ ചേർത്ത് പിടിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു മുസ്ലിം അറിയേണ്ടതായ കാര്യമാണ്. എന്നാൽ ഇന്ന് അത്തരം ഘട്ടങ്ങളിൽ പോലും രോഗിന്റെ അടുത്ത് വെച്ച്, അപ്പുറത്ത് പേരക്കുട്ടിയും കുട്ടികളും മക്കളും ന്യൂ ജനറേഷനൊക്കെ അവര് ഫോണിലാണ്, അവര് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരെന്തൊക്കെയോ കോമഡി ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സാധു രോഗി അയാൾ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ ഹദർതുൽ മരീദ, നിങ്ങൾ ഒരു രോഗിനെ സന്ദർശിക്കുമ്പോ, അവിൽ മയ്യിത, അല്ലെങ്കിൽ ഒരു മയ്യിത്തിനെ സന്ദർശിക്കുമ്പോ, ഫഖൂലു ഖൈറാ, അവിടെ നല്ലത് മാത്രം പറയുക. വേറെ അനാവശ്യമായ നമ്മുടെ കടയത്തെ കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ പള്ളി നാട്ടിലെ കാര്യത്തൊന്നും അവിടെ ചർച്ചക്ക് വെക്കരുത്. ഖൈറായത് പറയണം. അവിടെ നിങ്ങൾ പറയുന്നത് മലായിക്കത്തുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ്. രണ്ടാമത് ബന്ധുക്കൾ ശ്രദ്ധിക്കണം. രോഗിക്ക് വേണ്ടി എന്തൊക്കെ മരുന്ന് കൊടുക്കുമ്പോഴും എന്ത് വെള്ളം കൊടുക്കുമ്പോഴും രോഗിക്ക് ശിഫക്ക് വേണ്ടി ബന്ധുക്കളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പറ്റുമെങ്കിൽ ആ രോഗിയോട് തൗബ ചെയ്യാനും വസിയത്ത് ചെയ്യാനും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിന് തൽഖീനാകുന്ന ആ മരണത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി കുടുംബക്കാർ ശ്രദ്ധിക്കണം. അമുസ്ലിമായ സഹോദരങ്ങളാണ്
ആണെങ്കിൽ പോലും അവരെ ഒന്ന് സന്ദർശിക്കലും അവസാനമായി അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആവശ്യപ്പെട്ട 2 സംഭവം ഹദീസിലുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ അടുത്തേക്ക് നബി തങ്ങൾ വരികയാണ്. എപ്പോ ലമ്മാ ഹളറത്ത് അബാ താലിബിനിൽ വഫാത്തു, മരണം സന്നിഗ്ധമായി നിൽക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം അല്ലാത്ത അബൂ താലിബിന്റെ അടുത്തേക്ക് നബി വന്നു. ജാഅഹു റസൂലുള്ളാഹി വഇൻദഹു അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യത്ത് വഅബൂ ജഹൽ. മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരൊക്കെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പൊ നബി അദ്ദേഹത്തോട് പറയാണ്, യാ അമ്മി, എന്റെ പിതൃവ്യാകുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തൻ നുഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു ചാൻസ്. നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ നോക്ക്. സമ്മതിച്ചില്ല. ഒരു യഹൂദിയായ കുട്ടി, ഒരു യഹൂദിയായ ചെറുപ്പക്കാരൻ അസുഖം ബാധിച്ചു. നബി സന്ദർശിക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ മരണത്തിൻ്റെതായ ഒരു സമയം തോന്നിപ്പോയി. വാപ്പ അദ്ദേഹം ആ രോഗിന്റെ തലന്റെ അടുത്തിരിക്കുന്നുണ്ട്. നബി തങ്ങൾ ആ മരണാസന്നനായ വ്യക്തിനെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കൂ. കുട്ടി വാപ്പാനൊന്നങ്ങനെ നോക്കി, പറ്റുമോ എന്നുള്ള രൂപത്തിൽ. കുട്ടിയുടെ വാപ്പ പറഞ്ഞു, അബൂ ഖാസിം പറയുന്ന ആ വാക്ക് ഞങ്ങൾ അനുസരിച്ചേക്ക് എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കുന്ന രംഗം. അവിടെ വെച്ച് ആ കുട്ടി മരിക്കുകയും ചെയ്തു. എന്നൊരു നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു ബി മിനന്നാർ, ഞാൻ കാരണത്താൽ, എൻ്റെ ഒരു ഇടപെടലിലൂടെ, എൻ്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ, ആ കുട്ടിയുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതുകൊണ്ട് വളരെ ക്ഷമയോടെ രോഗിന്റെ അവസ്ഥ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, താല്പര്യങ്ങൾ മനസ്സിലാക്കി നന്നായി പരിചരിക്കാനും നല്ല സൗഹാർദ്ദ മനസ്സോടുകൂടെ, ക്ഷമയോടുകൂടെ, അറപ്പും വെറുപ്പുമില്ലാതെ വളരെ നല്ല ഒരു യാത്രയപ്പിന് കുടുംബങ്ങളും ബന്ധുക്കളും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഈമാനോടുകൂടെ മരിപ്പിക്കുമാറാകണം.